ഹലോ, വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പോൾ എൻ്റെ ലഞ്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇന്നലെ പാത്തുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ വ്ളോഗ് കണ്ടവർക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പ്ലസ് ഇന്ന് നമ്മൾ മൺഡേ തൊട്ട് വിജയദശമി ആയതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് ഫിഷൊക്കെ കഴിക്കാൻ നോർത്തു. പിന്നെ നിങ്ങളോടൊന്നും പറയാത്ത ഒരു രഹസ്യം എനിക്കുണ്ട്. ഇന്ന് 3ാമത്തെ ദിവസമാണ് ഞാൻ ഡയറ്റ് ചെയ്യണത്. കൺഫേം ആക്കിയിട്ട് പറയാൻ ഓർത്തു, കാരണം എപ്പോൾ പറയുമ്പോഴും എൻ്റെ ഡയറ്റ് പൊട്ടും. അത് കാരണം ഒന്ന് കൺഫേം ചെയ്യാൻ ഓർത്തു. 3ാമത്തെ ദിവസം ഞാൻ ഡയറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഡയറ്റിന് പക്ഷേ ഈ ബ്രൗൺ റൈസ് കഴിച്ചോണ്ടാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നത്. അപ്പം അതിന് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്നത്തെ ഡിഷ് എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാം. ഇതെല്ലാം ഞാൻ എൻ്റെ പ്ലേറ്റിൽ വിളമ്പില്ല. നമുക്കുള്ളത് നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തരിച്ചോറ്, പിന്നെ ദേ ഒരു ഫിഷ് ഞാൻ അങ്ങനെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു 1/2 സ്പൂൺ ഓയിൽ ഇതിന് ആകെ യൂസ് ചെയ്തിട്ടുള്ളൂ. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അധികം ഉപ്പില്ലാതെ സവാളയുടെ കൂടെ ഞാൻ നന്നായിട്ട് പാൻ ഗ്രിൽ എന്ന് പറയില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നലത്തെ പാത്തുക്കുട്ടൻ്റെ മാമ്പഴക്കളനാണ്. ശരിക്കും ഈ മാമ്പഴക്കളൻ എന്താ പറയുക, ചന്ദ്രക്കാരമാങ്ങ വെച്ചുണ്ടാക്കിയാൽ ശരിക്കും ടേസ്റ്റി ആവും. ചന്ദ്രക്കാരമാങ്ങയല്ല, ഇത് ദിലിഷേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാമ്പഴമാണ് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെയാണ്, പക്ഷെ ആ ചന്ദ്രക്കാരൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് അയില കറി വെച്ചു. അപ്പോൾ അച്ഛന് മീനില്ലാതെ കറി വെച്ച് വെച്ചേക്കണം കേട്ടോ, കായ ഇട്ടിട്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ ദേ ഇതാണ് സ്പെഷ്യൽ അയിലക്കറി. അയില വേണ്ട, പാടണ്ട. കണ്ട കിഡിലൻ അയിലയായിരുന്നു. 120 രൂപയായിരുന്നു കിലോ വില. നല്ല അയിലയായിരുന്നു, കണ്ടാൽ നല്ല പച്ച അയില. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് വെറുതെ മുരിങ്ങയില, വെളുത്തുള്ളിയും ഒരു സ്പൂൺ ഓയിലും കുറച്ച് സവാളയും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ക്രഷ്ഡ് ചില്ലി. ഇത് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഡയറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഹെയർ ലോസ് വരും. കാരണം നമുക്ക് കറക്റ്റ് ന്യൂട്രിയൻസ് കയറിയില്ലെങ്കിൽ പെട്ടെന്ന് ഹെയർ ലോസ് വരും. അങ്ങനെ ഹെയർ ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഉപ്പേരിയാണ്. പക്ഷെ ഇത് ക്യാമറമാൻ കുറച്ച് മോഷ്ടിച്ചു. പിന്നെ നമ്മുടെ സ്ഥിരം അച്ചിങ്ങ മെഴുക്ക് വരട്ടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞ് ഇനി ഇന്നത്തെ സെക്ഷൻ കാണിച്ചു തരട്ടെ. ക്യാബേജ് തോരനുണ്ട് ഇന്നലത്തെ. അവിയലിങ് താമ അവിയലുണ്ട് ഇന്നലത്തെ. ഈ മാമ്പഴക്കാളും ഇന്നലത്തെ കേട്ടോ. പിന്നെ ഇത് പപ്പടം ഉണ്ട്, തുറന്നു വെച്ച കാറ്റടിച്ച് തണുത്തു പോയി. കിടിലൻ നാരങ്ങാച്ചാറുണ്ട്. അപ്പോൾ എൻ്റെ ഡയറ്റിൽ ഞാൻ അച്ചാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചോറ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കിത് രണ്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കട്ടത്തൈര് മനഃപൂർവ്വം കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഡയറ്റ് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് വെച്ചേക്കുന്നത് നോ ഡയറി പ്രോഡക്ട്സ്, നോ ഗ്ലൂട്ടീൻ, നല്ല ഫാറ്റും നല്ല കാർബോ ഒക്കെ ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഞാൻ ചിന്തിച്ചാണ്. പ്ലസ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, കൂടെ കാർഡിയോ, മസിൽ ട്രെയിനിങ്, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് 3ാം ദിവസം ഇതുവരെ സക്സസ് ആണ്. ഇനി അങ്ങോട്ട് എനിക്കറിയില്ല, എനിക്ക് പാർട്ടിയും ഫംഗ്ഷനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കണ്ടോ, നമുക്ക് വേഗം വേണം. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടി മാത്രമാണോ ഫിഷ് ഇന്ന് ഇങ്ങനെ ചെയ്തത്. ചാള കണ്ടിട്ട് ഞാൻ മേടിച്ചില്ല. ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ ഇല്ല എൻ്റെ ഉള്ളിൽ മുഴുവൻ ചാള വറുത്തതും ചോറും കഴിക്കണം, ചപ്പാത്തിയും ചിക്കനും കഴിക്കണം. ചപ്പാത്തി എനിക്ക് കഴിക്കാൻ പാടില്ല. അപ്പോൾ വിളമ്പട്ടെ. അപ്പോൾ ആദ്യം നമ്മുടെ 50% അവിടെയുള്ള നല്ല കുത്തിരി ചോറ്. സാധാരണ സെൻറ്ററിലല്ലേ വിളമ്പാറ്. കണ്ട ചോറിൻ്റെ അളവ് കുറഞ്ഞു, സൈഡിൽ കുറഞ്ഞു. ഇനി കുറച്ച് അച്ചിങ്ങ മെഴുക്ക് വരട്ടി. അപ്പം അത് വിളമ്പിയിട്ടുണ്ട്. ഇനി മാമ്പഴക്കളൻ നമ്മൾ എടുക്കുന്നില്ല, നല്ല കുട്ടിയായി കണ്ടോ. നമുക്ക് കുറച്ച് അവിയലെടുക്കാം. അവിയൽ ഇസ് ഗുഡ്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ചെല്ലുക, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വയ്യാണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ അവിയലെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ കുറച്ച് മുരിങ്ങയിലത്തോരൻ. ഇനി അച്ചാർ എനിക്കൊരു ഇത്തിരി ആവശ്യമാണ്. ഈ സ്പൂൺ എടുക്കാൻ പറ്റില്ല, ഇത്രയും വേണ്ട, ഇത്രയും എടുത്താൽ ഇതെനിക്കൊരു പേര് കേട്ടോ. ഇത്തിരി അച്ചാർ, പപ്പടം. ഇതിൽ പപ്പടം ഉണ്ട്. ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. എനിക്ക് ഏറ്റവും പാട് ചായയും കോഫിയും ഒഴിവാക്കാൻ. ഞാൻ എപ്പോൾ കിട്ടിയാലും ചായയും കോഫിയും കുടിക്കുമായിരുന്നു. അത് ഞാൻ ഒഴിവാക്കിയിട്ട് ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ, അതും ആവശ്യമുള്ളപ്പോൾ മാത്രം. ഞാൻ ഈ ചോറൊക്കെ ഒന്ന് അങ്ങോട്ട് വയ്ക്കട്ടെ, അല്ലെങ്കിൽ ടെൻഡൻസി വരും. ഇതൊന്ന് വെച്ചേക്കണ്ട, അവർക്ക് പിടിക്കും, വെയിറ്റുണ്ട്. അപ്പോൾ അത്രയും ഞാൻ മാറ്റിയിട്ടോ. ഇനി എടുക്കാനുള്ളത് ഈ ഫിഷ് കറിയാണ്. ആക്ച്വലി ഫിഷ് കറി എടുക്കുന്നതും അത്ര ഹെൽത്തി അല്ല. അപ്പം ഞാൻ അതിൽ ഫിഷ് മാത്രം ഒരു ഫിഷ് മതി, കാരണം ഈ ഫിഷ് എടുക്കാനുള്ള അല്ലേ. ഇത് ഞാൻ അങ്ങോട്ട് നീക്കി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്താ അറിയോ, അയിലക്കറി കൊണ്ടുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇത് എൻ്റെ പ്ലേറ്റിൽ ഇത്രയും. ക്യുക്കുംബർ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ച പക്ഷേ ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല. കുറച്ച് ക്യാബേജ് തോരൻ ആഡ് ചെയ്യാം. ക്യാബേജ് ഓൾസോ ഗുഡ്, മതി. ഒരുപാട് കാലറി കയറി പോയപ്പോൾ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആഡ് ചെയ്തു. പിന്നെ ഞാൻ അച്ഛൻ്റെ കറി എടുക്കുന്നില്ല കേട്ടോ, പകരം ഈ സാധനം എടുക്കുന്നത്. ഇതാണ് ഇന്നത്തെ എൻ്റെ
പ്രോട്ടീൻ്റെ സോസ്. ദിസ് ഈസ് മൈ പ്രോട്ടീൻ സോസ്. അപ്പോൾ എൻ്റെ ഡയറ്റിൻ്റെ ഫുൾ കഥകളൊക്കെ ഞാൻ നടത്തി വിജയിച്ചിട്ട് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് രാവിലെ കഴിക്കണേ, ഉച്ചയ്ക്ക് കഴിക്കണേ, എന്താ വൈകുന്നേരം കഴിക്കണേ, എന്താണ്. ഇപ്പോൾ തൽക്കാലം ഈ പ്ലേറ്റ് ഒക്കെ ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു 450-500 കാലറിയുടെ അടുത്തുണ്ടാവും. പക്ഷേ എല്ലാം ഹെൽത്തി സാധനങ്ങളാണ്. അപ്പോൾ ടോട്ടൽ എനിക്കൊരു 1300 കാലറി ഒരു ദിവസം എടുക്കാം, പ്ലസ് വർക്കൗട്ടും ചെയ്യണം. അപ്പോൾ ഇതൊരു 400-500 കാലറി അടുത്ത്. ഇതൊരു ഫോട്ടോ എടുത്ത് നമ്മൾ ചാറ്റ് ജി പി ടി കൃത്യമായിട്ട് പറഞ്ഞു എത്ര കാലറി ഉണ്ടെന്ന്. അപ്പോൾ കഴിക്കട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് പ്രോട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. മുള്ള ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ പൊരിച്ചതിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല. ശരിക്കും ഫിഷിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു പീസ് ഉള്ളിയും കൂടെ ഇതിന് മുകളിൽ വയ്ക്കാം. എനിക്ക് വലിയ വിശപ്പെടുക്കണില്ല, ഞാൻ ലേറ്റായിട്ടാണ് ഭക്ഷണം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് ഈ അയിലക്കറി അമ്മ ഉണ്ടാക്കിയത് കേട്ടോ. ഓ അത് കൂട്ടി ചോറിന് എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. നാളെ അയിലക്കറിയിലേക്ക് ഇങ്ങനെ ചട്ടി ചോറൊക്കെ ഇട്ടിട്ട് പൊന്നുമായിട്ട് ഉമ്മയെ കാണിക്കേണ്ടത്. പക്ഷെ ഞാൻ ഒരു മാസം വിചാരിച്ചേക്കണം എത്ര ദിവസം പോകും നോക്കട്ടെ. ഇടയ്ക്ക് ദിവസം ചീറ്റ് ഡേ ഒക്കെ എടുത്താലും എത്ര ദിവസം പോകും നോക്കാം. ഈ വീക്ക് കഴിയുമ്പോൾ എത്ര കിലോ കുറഞ്ഞെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചു തീർക്കട്ടെ. ബൈ.